മാപ്രകളെ കൊണ്ട് തോറ്റു. എന്താണ് ഇന്നത്തെ വിഷയം? ഇവരൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ രണ്ടു വശവും കേട്ട് വേണ്ടേ റിപ്പോർട്ട് ചെയ്യാൻ? അതല്ലേ മാധ്യമധർമ്മം? ഈ പുനർജനി എന്ന പരിപാടിയുമായി ഒരു ബന്ധവും കോർപ്പറേഷൻ ഇല്ല. അപ്പോൾ ആരാണ് വേദി കെട്ടിയത്? ഇനി കോർപ്പറേഷനുമായി നേരിട്ട് ബന്ധമില്ല എന്ന് തന്നെ വെക്കുക. ബന്ധമില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു നടപടി ആര് ചെയ്താലും കോർപ്പറേഷനിലെ മേയർ ഇടപെട്ടെങ്കിലും പോലീസിനോട് പറഞ്ഞ് അനുമതിയില്ലാത്ത ഈ ചടങ്ങ് അവിടെ നടക്കാൻ അനുവദിക്കരുത്, നടപടിയെടുക്കുകയും വേണം. ഇപ്പോൾ മേയർ നമുക്കൊപ്പം ചേരുന്നു. ബി വി രാജേഷ്, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് തകരപ്പറമ്പിൽ വഴി തടസ്സപ്പെടുത്തി അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നതിനെ കുറിച്ചാണ്. കോർപ്പറേഷനുമായി യാതൊരു ബന്ധമില്ല എന്നാണ് താങ്കൾ അല്പം മുൻപ് പ്രതികരിച്ചത്. എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളോട് പ്രതികരിച്ചില്ല. പ്രതികരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചതില്ല. നിങ്ങൾ ഈ വാർത്തയെ കുറിച്ച് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചായിട്ട് എന്നെ വിളിക്കുന്നത്. നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കണ്ടേ? ഞാൻ ആ പരിപാടി പങ്കെടുക്കുന്നത് നിങ്ങൾ ആരാ പറഞ്ഞു? ഞാൻ പങ്കെടുക്കുന്നത് കോർപ്പറേഷന്റെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ വൃക്ഷത്തൈ നടന്നതിനാണ്. ഞാൻ ഇവിടെ എത്തി. അതുപോലെ തന്നെ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു ആദരവ് കൊടുക്കുന്ന പരിപാടിയിലാണ് ഞാൻ രാവിലെ പങ്കെടുത്തത്. ഇനി ഞാൻ പങ്കെടുക്കുന്നത് 10:30 സെന്റ് മേരി സ്കൂളിലാണ്. അപ്പോൾ ഇത് മാത്രമാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള പരിപാടി. പിന്നെ ഒരു 8-10 പരിപാടിയിൽ പലരും വന്ന് എന്നെ വിളിച്ചിരുന്നു. വിളിച്ചവരോടൊക്കെ തന്നെ ഇങ്ങനെ തിരക്കുകൾ പറഞ്ഞു. പലരും എന്റെ പേരോ പടമൊക്കെ വെച്ച് കാണാം. ഞങ്ങൾ കോർപ്പറേഷന്റെ ഒരു പൈസയും ചെലവാക്കാത്ത, കോർപ്പറേഷന്റെ ഒരു മെഷീനറി പ്രവർത്തിക്കാത്ത, ഒരു മീറ്റിംഗ് പോലും നടത്താത്ത, ഞങ്ങൾ അറിയാത്ത ഒരു പരിപാടി, കോർപ്പറേഷൻ ബന്ധമില്ലാത്തൊരു പരിപാടി, എന്റെ ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ റോഡ് കെട്ടി അടച്ചെന്നൊക്കെ ഇത്രയും നിരുത്തരവാദപരമായിട്ടാണ് രാവിലെ വാർത്ത ചെയ്യാൻ. ഇതൊക്കെ കൊടുത്ത് ലോകം മൊത്തം അറിയിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. അങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നെങ്കിൽ മേയർ എന്ന നിലയിൽ താങ്കൾ ഏത് രീതിയിലാണ് ഇടപെട്ടത്? റോഡ് അങ്ങനെ ഒരു പരിപാടി അത് പോലീസാണ് ചെയ്യേണ്ടത്, എന്റെ ജോലിയല്ല. അതിന്റെ ഉത്തരവാദിത്തം ഒരു കാര്യം നടക്കുമ്പോൾ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടന്ന സമയത്ത് പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിയാത്ത ഒരു കാര്യം ഞങ്ങളെ മേളിൽ വെക്കണോ? ആ പരിപാടിക്ക് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയൊന്നല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്താണ്, ഞങ്ങൾ കോർപ്പറേഷൻ അല്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും രാവിലെ തർക്കിക്കാൻ വേണ്ടിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കും ആദ്യം. അതായത് മേയർ അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. എന്നെ ഒരു 10-15 പരിപാടിയിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ ആകെ പങ്കെടുക്കുന്ന, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ വളരെ ആവേശം കാണിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ പങ്കെടുക്കുന്ന 2 പരിപാടിയേ ഉള്ളൂ. ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നടക്കുന്ന വൃക്ഷത്തൈ നടന്ന പരിപാടി, സെന്റ് മേരി സ്കൂളിൽ നടക്കുന്ന കർദിനാൾ ക്ലിമീസ് ബാബയെ ഞാൻ ഇവിടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയും. എന്നെ ഒരു 18-20 പരിപാടി വിളിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ പരിപാടി അമ്പലമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 10 മണിക്ക് ഫോറസ്റ്റിന്റെ പരിപാടിയുണ്ട്. എനിക്ക് എല്ലാവരും ഓടിയെത്താൻ പറ്റില്ല. ഞാൻ പങ്കെടുക്കുന്ന 2 പരിപാടി നിയമവിധേയമായി നടക്കുന്ന പരിപാടികളാണ്. എന്നെ വിളിച്ച എല്ലാ പരിപാടിയും എന്റെ പേരോ പടമോ വെച്ചാണ്. അത് ഞങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് ഒരു റോഡിന്റെ കുറച്ച് ഭാഗം മറച്ചിട്ട്, റോഡിന്റെ പകുതിയിട്ട് മറച്ച് സ്റ്റേജ് കെട്ടിയിട്ടുള്ള കാര്യം ഞാൻ അറിയുന്നു. ഞാൻ എന്റെ മൊബൈലാണ് അത് കാണുന്നത്. ആ നടക്കുന്ന പരിപാടിക്ക് വേണ്ടി കോർപ്പറേഷന്റെ ഫണ്ട് ചെലവഴിച്ചിട്ടില്ല. കോർപ്പറേഷൻ ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ഒരു ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടില്ല. ഞാൻ ആ പരിപാടിയിൽ പോകുന്നില്ല. ഇതൊന്നുമില്ല എങ്കിലും ആ പുനർജനിയുടെ നോട്ടീസ് ഞങ്ങളിപ്പോ തത്സമയം പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രേക്ഷകരുമായിട്ടൊക്കെ കള്ളങ്ങളും തെറ്റായ കാര്യങ്ങളും പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് ഒരാൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നോട്ടീസിൽ പേര് വെക്കുക? നോട്ടിൽ 20 നോട്ടീസിൽ എന്റെ പേര് വെച്ചിട്ടുണ്ട്. 20 നോട്ടീസിൽ ഞാൻ കമ്മിറ്റ് ചെയ്യാത്ത പരിപാടികൾ എന്റെ പേര് വെച്ചിട്ടുണ്ട്. മേയറുടെ പേര് പലയിടത്തും വെച്ചിട്ടുണ്ട്. ഞാൻ പോകാമെന്ന് തീരുമാനിച്ചിട്ടുള്ള 2 പ്രോഗ്രാമേ ഉള്ളൂ. ആ 2 പ്രോഗ്രാമിൽ ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഒരു വർക്കിംഗ് ഡേ രാവിലെ വൈകുന്നേരം വരെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഞങ്ങൾക്ക് അറിയാത്തൊരു പരിപാടി, കോർപ്പറേഷൻ സംഘടിപ്പിക്കാത്തൊരു പരിപാടി, കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ 4 വാർത്ത കിട്ടും, കുറച്ച് മൈലേജ് കിട്ടും, രാവിലെ അങ്ങ് തുടങ്ങിയത് പച്ചക്കള്ളമായിട്ട്. ഈ ഇതൊക്കെ അവസാനിക്കില്ല. റോഡ് അടച്ചാണ് അവിടെ പരിപാടി നടക്കുന്നത്. നഗരത്തിന്റെ മേയറാണ്. അങ്ങനെ ബന്ധമില്ലെങ്കിൽ പോലും ഒരു ഇടപെടൽ നടത്താമായിരുന്നില്ലേ എന്നതാണ്. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണല്ലോ ഇങ്ങനെ അറിയുന്നത്. ഇവിടെ 10,000 സ്ക്വയർ കിലോമീറ്റർ ഒരു കോർപ്പറേഷനിൽ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണല്ലോ അറിയുന്നത്. മാത്രമല്ല അതിന്റെ പ്രാഥമിക ഇടപെടാനായിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വാർത്ത കേട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം പോലീസിനാണ്. മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലാണ് ഇടപെട്ടെന്ന് വെച്ചിട്ട് എനിക്ക് ആ സ്റ്റേജ് പൊളിച്ച് മാറ്റാൻ പറ്റില്ല. എനിക്ക് ജീവനക്കാർ വഴി തീരുമാനമെടുത്തതിന് ശേഷം അവർക്ക് ഉത്തരവ് കൊടുത്താൽ എനിക്ക് സാധിക്കുള്ളൂ. നിങ്ങൾ എടുത്തു വെച്ചിട്ട് തെറ്റായ വാർത്തകളുടെ നിമിഷം കൊണ്ട് വായിച്ച് പ്രചരിപ്പിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഭരണകൂടം ചലിക്കുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ കോർപ്പറേഷൻ എന്തെങ്കിലും ബന്ധമുണ്ടോ, കോർപ്പറേഷന്റെ മേയർ പങ്കെടുക്കുന്നുണ്ടോ, കോർപ്പറേഷന്റെ ഔദ്യോഗിക പരിപാടിയാണ്, അങ്ങനെ അറിയണം. അറിഞ്ഞിട്ട് വേണം രാവിലെ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി. ഒരു ചോദിച്ചില്ല. ഞാനല്ലേ മേയർ, ഭാരവാഹികളല്ലോ. മേയർ ഞാനല്ലേ. നിങ്ങൾ സെക്രട്ടറിയോട് ചോദിച്ചോ, മേയറോട് ചോദിച്ചോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ചോദിച്ചോ. അല്ല, നിങ്ങൾ കോർപ്പറേഷന്റെ മേൽ ആരോപിക്കുമ്പോൾ കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഔദ്യോഗിക സംവിധാനമുണ്ട്. അവരോട് ചോദിക്കണം. ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ കോൾ എടുത്തല്ലോ. നിങ്ങൾ എന്റെ കോർപ്പറേഷൻ സെക്രട്ടറിയോട് ചോദിച്ചോ, നിങ്ങൾ എന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് ചോദിച്ചോ, നിങ്ങൾ അവിടുത്തെ കൗൺസിലറോട് ചോദിച്ചോ. ആരോടും ചോദിച്ചില്ല. രാവിലെ ഒരു ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിനോട് ദ്രോഹമാണ്. വേദിയിൽ അത് മറച്ചു വെക്കുകയും ചെയ്തു. താങ്കളുടെ അടക്കമുള്ള ചിത്രം കൊടുത്തിരിക്കുന്ന ബാനർ മറച്ചു വെക്കുകയും ഞാൻ അവരോട് വിളിച്ച് പറഞ്ഞു അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു. അവർ മറച്ചു. അവിടെ ആ പരിപാടി നടത്താൻ പാടില്ല എന്ന് ആവശ്യപ്പെടാൻ കൂടി താങ്കൾക്ക് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊക്കെ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരിപാടി പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പങ്കെടുക്കുന്നില്ല, ഒഴിവാക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ വാർത്ത കൊടുത്തപ്പോഴാണ് അറിഞ്ഞത്. നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കേണ്ടി. ഈ തെറ്റായ ഇപ്പൊ നിങ്ങൾ വിളിച്ചല്ലോ, ലോകം മൊത്തം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ച ശേഷം വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മടിയില്ലായിരുന്നല്ലോ. നിങ്ങൾ ആദ്യം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം എടുക്കണമായിരുന്നു. അതല്ലേ മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത. നിങ്ങൾ ജേർണലിസം പഠിച്ചപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? മാധ്യമപ്രവർത്തകന്റെ ധാർമ്മികത ഓപ്പോസിറ്റ് പാർട്ടി എടുത്ത് അവരുടെ വശം കേൾക്കണം, അവരുടെ വശം കൂടെ കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്.
അതിന്റെ ഭാഗമായി തന്നെയാണ് താങ്കളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടതും ഈ കാര്യം ചോദിക്കുന്നതും. അതെപ്പോഴാ വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വാർത്ത ആദ്യം പോകുമ്പോഴേ വർഷം പോകണം. ലോകം മുഴുവൻ ഓൺലൈൻ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നു എന്ന് താങ്കൾ അംഗീകരിക്കുന്നു? നോട് തടസ്സപ്പെടുത്തിയ ഒരു പരിപാടി നടക്കുന്നുള്ള വാർത്ത വന്നതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ പരിപാടിയല്ല, ഔദ്യോഗിക പരിപാടി അല്ലെന്ന്. കോർപ്പറേഷൻ പരിപാടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നൊരു മേയർക്ക് പറഞ്ഞല്ലോ സുഹൃത്തെ. മാത്രമല്ല ഞങ്ങളുടെ ഔദ്യോഗിക പരിപാടിയല്ല. നിങ്ങൾക്ക് ഇന്നിപ്പോ എന്റെ കോർപ്പറേഷൻ ഓഫീസിൽ പോകും, ഏതെങ്കിലും ഒരു രേഖയിൽ ഇത്തരത്തിലൊരു പരിപാടി ഞങ്ങൾ സംബന്ധിച്ചോ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ചർച്ച ചെയ്തതായിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ? ഞങ്ങളുടെ ഏതെങ്കിലും ഒരു രേഖയിലോ ഏതെങ്കിലും ഒരു മീറ്റിംഗിലോ മിനിറ്റ്സിലോ ഏതെങ്കിലും ഒരു ജീവനക്കാരോടോ ഇത്തരത്തിൽ തകരപ്പുറം പോകാത്ത ഒരു പരിപാടി കോർപ്പറേഷൻ നടത്തുന്നു എന്ന് ചർച്ചയായിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ? ₹1 ഈ പരിപാടിക്ക് വേണ്ടി ഞങ്ങൾ മുൻകൂർ എന്തെങ്കിലും അനുവദിച്ചായിട്ട് കാണിച്ചു തരാമോ? ഒരു കൗൺസിൽ ചർച്ചയായിട്ട് കാണിച്ചു തരാമോ? ഇങ്ങനെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങളുടെ വെക്കിട്ട് കയറുന്നത് 18-20 പരിപാടിയിൽ ഇന്ന് എന്നെ വിളിച്ചിട്ട് പണം വെച്ചിട്ടുണ്ട് പലയിടത്തും. ഞാനൊരു പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ എന്റെ ഫോട്ടോയോ പേരോ ഉപയോഗിക്കുന്നത് പറയാൻ സാധിക്കില്ല. ഇവിടെ പട്ടാള ഭരണമൊന്നുമല്ല, ജനാധിപത്യ ഭരണമാണ്. ജനങ്ങൾ അതൊക്കെ ചെയ്യും. അതിൽ ഒഫീഷ്യലി ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഞങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിയുടെ വെർഷൻ കൂടെ കേട്ടത് അതും കൂടെ കൊടുക്കണം. അല്ല നിങ്ങൾ കൊടുക്കുന്ന മാത്രമാണ് ധാരണ വേണ്ട. ഇനി മുതൽ ഇത്തരത്തിൽ ആരെങ്കിലും ഒക്കെ ക്ഷണിച്ചാൽ താങ്കളുടെ പേരും ചിത്രവും വെച്ച് തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ല അതൊന്നും എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പട്ടാള മേധാവി എന്നുള്ള ഞാൻ രാഷ്ട്രീയ നേതാവാണ്. ജനങ്ങളുടെ ആ ചിത്രം മറച്ചു വെക്കണമെന്ന് പറഞ്ഞു അത് വാർത്ത വന്ന് എന്റെ ശ്രദ്ധയപ്പെട്ട ഇടപെട്ടു. വാർത്ത ഒന്ന് ശ്രദ്ധയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇടപെടും. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് അല്ലെങ്കിൽ മന്ത്രിമാരുടെ പടം വെച്ച് അവരറിയാത്ത പരിപാടികളും വെക്കുന്നുണ്ട്. ഞാൻ മേയറായിട്ട് ചെയ്ത് എന്റെ പടം വെച്ചിട്ട് 100 കണക്കിന് നോട്ടീസ് അടിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അറിയുന്ന കാര്യങ്ങൾ ചിത്രമോ പേരോ വെച്ച് പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതിൽ മാത്രമല്ല, അതവിടെ വഴി തടസ്സപ്പെടുത്തി പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതാണ്. സ്വന്തം മറയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും അത്യാവശ്യം അവിടെ വഴി നടക്കാൻ. എന്റെ സുഹൃത്തെ, രാവിലെ നിങ്ങളുടെ വാക്ചാതുര്യം പ്രകടിപ്പിക്കാനുള്ള അല്ല, വഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയവർക്കെതിരെ നിങ്ങൾ കേസെടുക്കണം. വഴി തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയവർക്കെതിരെ കേസെടുക്കാൻ നിങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടണം. അല്ലാതെ രാവിലെ ഏകപക്ഷീയമായി ഞങ്ങളെ കുറ്റപ്പെടുത്തരുത്. താങ്കളുടെ എനിക്ക് ഇത്രയും സമയം പോലും ഇല്ലായിരുന്നു. അടുത്ത പരിപാടിക്ക് ആൾക്കാർ കാത്തിരിക്കുകയാണ്. താങ്കൾ നിങ്ങളുടെ മാധ്യമ സ്ഥാപനം ചെയ്ത തെറ്റുകൾ ബോധ്യപ്പെടുത്താനാണ്. ശരി, വളരെ നന്ദി. ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ച 2 പരിപാടിയേ ഉള്ളൂ. അതൊന്ന് സെന്റ് മേരീസ് സ്കൂളിലും ശ്രീകണ്ഠേശ്വര പാർക്ക്, ആ 2 പരിപാടിയിൽ പങ്കെടുത്തു. ഇനി ഇവിടെ ജൂൺ 5-ാം തീയതി കോർപ്പറേഷൻ നടക്കുന്ന എന്നെ വിളിക്കുന്ന എല്ലാ പരിപാടിയിലും പോയി കഴിഞ്ഞാൽ അടുത്ത ജൂൺ 5 തീരില്ല. അപ്പോൾ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഒരു ഭാഗം കൂടെ ചോദിക്കണം. മിനിമം നമ്മളൊക്കെ എപ്പോഴും വിളിക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചുകൂടെ? അങ്ങനെ ഏറിയത് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്നത്. പിന്നെ ആങ്കർമാരോടൊക്കെ മിനിമം ചോദിക്കുമ്പോഴേക്കും ആ ആക്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കുറച്ച് ബോധത്തോടെ ചോദിക്കാൻ പറയണം. മുനിസിപ്പൽ ആക്ടിൽ PW റോഡിൽ അവർ സ്റ്റേജ് കെട്ടുന്ന ഇടപെടാനായിട്ട് ഒരു വകുപ്പില്ലെന്ന് ആ കുട്ടിയോട് പറഞ്ഞു കൊടുത്തേക്കും. ഓക്കെ, നമസ്തേ.